ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ റവ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. വീട്ടിൽ റവ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് ഇത് റെഡിയാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആ വലിയ തരികളൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണ് ഈസ്റ്റും അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പുട്ടിൻ്റെ മാവൊക്കെ ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കില്ലേ, അതേ രീതിക്ക് നമുക്ക് മാവ് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള പാലോ വെള്ളമോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇളം ചൂടുള്ളത് ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവ് ആകാനാണ്. ഇപ്പോൾ കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ വെള്ളം അഥവാ കൂടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ പൊടിച്ച റവ കുറച്ചുകൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. മൈദ ഉണ്ടെങ്കിൽ മൈദ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ മൈദൻ്റെ പകരം നമുക്ക് റവ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടി പോകാണ്ട് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നല്ല സ്റ്റിക്കി ആണ് വരെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അങ്ങനെ ഇവിടെ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വന്ന് നോക്കണേ. അപ്പോൾ ഈസ്റ്റൊക്കെ നല്ലതുപോലെ ആക്റ്റീവായി, മാവൊക്കെ നല്ലതുപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 2 എണ്ണാക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം കേട്ടോ മാവിനെ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കുഴച്ചെടുത്തിട്ടുള്ള മാവ് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 എണ്ണമായി പരത്തിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ഒന്ന് പരത്തിയെടുക്കുക. വേറൊതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഫസ്റ്റത്തെ ഒന്ന് പരത്തിയെടുക്കാൻ. ഈ പരത്തിയെടുത്തത് ഒരു കേക്ക് ടിന്നിൽ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഓവനിലാണ് കാണിക്കുന്നത്. ഓവനിൽ ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുമല്ലോ, മൂപ്പിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂണ് പഞ്ചസാര പൊടിച്ചതാണ്. അതിലേക്ക് 2 ഏലക്ക ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് കുറച്ച് സ്ട്രോബെറിൻ്റെ ക്രഷാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈക്വലായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ജാം ഉണ്ടെങ്കിൽ ജാം വെച്ച് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഈ ഫില്ലിങ് മാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇത് സൈഡ് ഭാഗത്തേക്കൊന്നും വരാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതൊന്ന് കവർ ചെയ്തിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സൈഡിലേക്ക് വരാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതൊന്ന് സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ അതവിടെ എല്ലാവിടെയും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു മാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു ബോൾസ്, അതിനെടുത്തിട്ട് നമുക്ക് ഇതുപോലെ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി. ഇവിടെ എല്ലാം അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം ഇനി നമുക്ക് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ്. എഗ്ഗ് വേണ്ട അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പാൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എഗ്ഗ് ഇടുമ്പോൾ കുറച്ചും കൂടി ഗ്ലേസിങ് കിട്ടും. കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് എള്ളും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഓവർ ഹീറ്റ് ചെയ്ത് വെക്കാൻ പാടില്ല കേട്ടോ. ഓവനിൽ ചെയ്യണമെങ്കിൽ ഓവർ ഹീറ്റ് ചെയ്യണ്ട. കാരണം ഇത് റവ ആയതുകൊണ്ട് ഹാർഡായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഓവർ ഹീറ്റ് ഇല്ലാണ്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഓവൻ ഇല്ലാണ്ടാണെങ്കിൽ
ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന അതേ മെത്തേഡിൽ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള നമ്മുടെ മാവ് വെച്ച് കൊടുത്തിട്ട് അതിന് മേലെ ഇതുപോലെ കാണിച്ചതുപോലെ അതേ മെത്തേഡിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് അടിപൊളി തന്നെ കിട്ടും. ഇതേ രീതിക്ക് തന്നെ നമുക്ക് ഓവനില്ലാണ്ടും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയപ്പോൾ ഞാനിതൊന്ന് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. റവയാണെന്ന് ആരും പറയില്ല, നമ്മൾ പറഞ്ഞു കൊടുത്താലേ അറിയുള്ളൂ കേട്ടോ. അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ടെക്സ്ചറിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ തേങ്ങാ ബണ്ണൊക്കെ കടയിൽ നിന്ന് മേടിക്കില്ല, അതേ രീതിക്കാണ് കേട്ടോ ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ വളരെ എളുപ്പത്തിൽ മൈദ ഇല്ലാണ്ട് നമുക്ക് റവ വെച്ചിട്ട് അടിപൊളി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്കിത് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.